ഇത്രത്തോളം അപകടകരമായ പാടുകളാണ് നമ്മൾ ഓരോ സ്ത്രീകളും ഉപയോഗിക്കുന്നത്. നമ്മൾ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പീരീഡ്സ് ടൈമിൽ പാഡ് ചേഞ്ച് ചെയ്യൽ. അത് ചില സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫ്ലോ കുറവായത് മൂലമോ നമ്മൾ മിനിമം 2 മണിക്കൂർ ചേഞ്ച് ചെയ്യേണ്ട പാടുകൾ 6 മുതൽ 8 മണിക്കൂർ വരെ യൂസ് ചെയ്തിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്തിന് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന പ്രമുഖ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഇതുമൂലം ക്യാൻസർ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ 100% സേഫും നമുക്ക് വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. കെയർ ആൻഡ് സേഫിന്റെ സാനിറ്ററി നാപ്കിൻ. ഇത് നമുക്ക് 12 മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഇത് മാത്രം എന്തുകൊണ്ട് സേഫ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ എല്ലാ പാഡുകളും ടെസ്റ്റ് ചെയ്ത ലാബിൽ നിന്നും 100% സേഫ് എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കെയർ ആൻഡ് സേഫിന് മാത്രമാണ്. അപ്പോൾ വെറും വാക്കുകളല്ല, എന്താണ് ഇതിൽ സേഫ്റ്റി എന്ന് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, കെയർ ആൻഡ് സേഫിന്റെ ഈ പാക്കറ്റ് സിപ്ലോക്കോട് കൂടിയാണ് വന്നേക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് എടുത്ത ശേഷം വീണ്ടും അതേപോലെ തന്നെ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കെയർ ആൻഡ് സേഫിന്റെ ഒരു നോർമൽ പാഡും പിന്നെ പ്രമുഖ ബ്രാൻഡിന്റെ ഒരു പാഡുമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 7 ദിവസം പോകുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ 50 ml തൊട്ട് 80 ml വരെ ആയിരിക്കും. അപ്പോൾ ഞാൻ 60 ml ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൊണ്ട് ഒരു സമയത്ത് സ്ത്രീകൾക്ക് 60 ml ബ്ലഡ് പോയാൽ ഈ പാടുകൾ താങ്ങുമോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സിറിഞ്ച് ഞാൻ 60 ml കളർ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കെയർ ആൻഡ് സേഫിന്റെ പാഡിൽ തന്നെ നോക്കാം. ഈ 2 പാഡിൽ നിങ്ങൾ നോക്കുമ്പോൾ വ്യത്യാസം കാണുന്നുണ്ടായിരിക്കും. സാധാരണ നമുക്ക് കിട്ടുന്ന പാടുകൾ 20 mm തൊട്ട് 30 mm വരെ കാണും. പക്ഷേ നമ്മുടെ കെയർ ആൻഡ് സേഫിന്റെ പാടുകൾ ഏതെടുത്താലും 350 mm ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ കെയർ ആൻഡ് സേഫിന്റെ പാഡിൽ തന്നെ ഈ വെള്ളം ഒഴിക്കാം. ഞാൻ കെയർ ആൻഡ് സേഫിന്റെ പാഡിലേക്ക് ഈ മൊത്തം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അത് അപ്പോൾ തന്നെ അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഈ 60 ml വെള്ളവും അബ്സോർവ് ചെയ്തെടുക്കുന്നുണ്ട്. 60 ml വെള്ളം ഞാൻ കെയർ ആൻഡ് സേഫിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ ഞാൻ വീണ്ടും വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാഡിലേക്ക് ഒഴിക്കാം. 60 ml വെള്ളവും നമുക്കിതിൽ തന്നെ ഫില്ല് ചെയ്യാം. 2 പാഡിലും ഞാൻ ഒരേ അളവിൽ തന്നെ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പാഡിൽ 60 ml വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒരു സമയം പോലും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. 2 പാഡിൽ എത്രത്തോളം അത് അബ്സോർവ് ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ ഇച്ചിരി വെള്ളം പോലും പറ്റിയിട്ടില്ല. ഞാൻ കെയർ ആൻഡ് സേഫിൻ്റെ പാഡ് ആദ്യം തന്നെ കാണിക്കാം. ഒരു തരി വെള്ളം പോലും കയ്യിൽ പറ്റിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രമുഖ ബ്രാൻഡിൻ്റെ ഒരു പാടാണ് എടുക്കുന്നത്. അത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അതിലുണ്ടായിരുന്ന വെള്ളം ഒരു തരി പോലും അബ്സോർവ് ആയിട്ടില്ല. എല്ലാം വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ പാടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എത്രത്തോളം കെയർ ആൻഡ് സേഫിന്റെ പാടുകൾ സേഫ് ആണെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കെയർ ആൻഡ് സേഫിന്റെ പാഡിൽ ഒരു തരി പോലും പ്ലാസ്റ്റിക് കോട്ടിങ്ങുകളില്ല. അതിന് ഞാൻ ഓരോ ലെയറും നിങ്ങളെ ഇളക്കി കാണിക്കാം. 2 പാത്രം എടുക്കുന്നത്. ഇത് നമ്മുടെ ടിഷ്യൂ പോലുള്ള പേപ്പറാണ്. ഞാൻ അടുത്ത ലെയർ ഇളക്കി കാണിക്കാം. അതിന് മുകളിൽ വേറൊരു കോട്ടിംഗ് ഉണ്ട്. അത് നമ്മുടെ ടിഷ്യൂ പോലുള്ള പേപ്പറാണ്. ഇതൊന്നും പ്ലാസ്റ്റിക്കുകളല്ല. ഞാൻ ആദ്യം ഇട്ടതും പ്ലാസ്റ്റിക്കുകളല്ല, ഇതെല്ലാം പേപ്പറുകളാണ്. ഇനി നമുക്ക് ഇതിന് മുകളിൽ അടുത്ത കോട്ടിങ് കാണിക്കാം. ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകത ഈ ഓരോ കോട്ടിങ്ങുകൾ തന്നെയാണ്. ഇതൊന്നും ഒരു തരി പ്ലാസ്റ്റിക് പോലും ഇല്ല. അടുത്ത കോട്ടിങ് ഞാൻ ഇളക്കിയിട്ടുണ്ട്. അതും പേപ്പറാണ്. കീറുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തുള്ള ജെല്ലാണ്. അതായത് എത്രത്തോളം അബ്സോർവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ആ ജെല്ലെടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഈ ജെല്ലിലേക്കും വെള്ളം എല്ലാം അബ്സോർവ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഇത് എന്തുമാത്രം അബ്സോർവ് ചെയ്യുന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതേപോലെ തന്നെ നമുക്ക് ആ പ്രമുഖ ബ്രാൻഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലെയറുകൾ അളക്കാം. ഇതിൻ്റെ ലെയറുകൾ അടക്കണേലും അധികം ലെയറുകളൊന്നുമില്ല. ഫസ്റ്റ് ഒരൊറ്റ കോട്ടിങ് മാത്രമേ ഇതിലുള്ളൂ. ആ ഒരു ലെയർ പോലും ഇളകി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. പ്ലാസ്റ്റിക് പോലെ വലിഞ്ഞു നിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിലുണ്ടായിരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ജെല്ലിയല്ല, എന്തോ കട്ടി കൂടിയ പേപ്പറോ അതുപോലുള്ള എന്തോ ഒരു പദാർത്ഥം പോലെയാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞപ്പോൾ തന്നെ അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് ലെയറും ഫുൾ പ്ലാസ്റ്റിക്കാണ്. നമുക്ക് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന നോർമൽ പാടുകൾ എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ മറ്റൊരു പ്രത്യേകത കാണിക്കാം. നമ്മുടെ കെയർ ആൻഡ് സേഫിനകത്തുണ്ടായിരുന്ന ആ ജെല്ല് ഞാൻ 200 ml ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ കമഴ്ത്തി കാണിക്കാം. ഇതിലേക്ക് ഒരു തരി വെള്ളം പോലും വെളിയിലേക്ക് പോകുന്നില്ല. അത് എത്രത്തോളം അപ്പോൾ ആ ജെല്ല് ഇതിൽ അബ്സോർവ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കെയർ ആൻഡ് സേഫിന്റെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വയറുവേദന, അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ബാഡ് സ്മെല്ലുകൾ. ഇതൊക്കെ നമ്മൾ ഈ കെയർ ആൻഡ് സേഫിന്റെ പാടുകൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം പൂർണ്ണമായും നമുക്ക് ഇല്ലാതായി കിട്ടും. അപ്പോൾ നമ്മുടെ കെയർ ആൻഡ് സേഫിന്റെ പാക്കിൻ്റെ അകത്ത് 40 പാടുകളാണ് വരുന്നത്. അത് 3 കളറിലായിട്ടാണ് വരുന്നത്. ഈ ബ്ലൂ കളർ വരുന്നത് നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ള ടൈമിൽ ഉപയോഗിക്കാനുള്ളതും, പിങ്ക് കളർ മീഡിയം ബ്ലീഡിംഗ് ഉള്ള ടൈമിലും, വൈറ്റ് കളർ നോർമൽ ബ്ലീഡിംഗ് ഉള്ള ടൈമിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വെറും ഈ ഒരു പാക്കറ്റ് നമുക്ക് 5 മാസം വരെ ഉപയോഗിക്കുകയും ചെയ്യാം. വെറും 699 രൂപയുള്ളൂ. സാധാ പാടുകൾ ഒരു ദിവസം 5 മുതൽ 6 എണ്ണം വരെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കെയർ ആൻഡ് സേഫിന്റെ പാടുകൾ വെറും 2 എണ്ണം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി.